ഹായ്, ഷജീർ കളരിക്കൽ, ടോറ ഷോട്ടക്കൻ കരാട്ടെ അസോസിയേഷൻ ഇൻ്റർനാഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വർക്കൗട്ടിലേക്ക് വളരെ താല്പര്യത്തോടു കൂടി പ്രവേശിക്കുകയും പിന്നീട് ആഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കാതിരിക്കുന്നു എന്ന നിരാശയോട് കൂടിയിട്ട് അതുമായി മുന്നോട്ട് പോകുകയും മറ്റു ചിലർ പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിക്കുന്ന ചില കാരണങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ തുടർ വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴയതുപോലെയല്ല, ഇന്ന് ജിമ്മിൽ വളരെയേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ മസിൽ മാസിനും ബോഡി ബിൽഡേഴ്സിനും വേണ്ടിയാണ് കളിക്കുവാൻ ജിമ്മിൽ സജീവമായി ആളുകൾ വന്നതെങ്കിൽ ഇന്ന് 50 വയസ്സിൻ്റെ മുകളിലേക്കുള്ള സ്ത്രീകളും പുരുഷന്മാരും സജീവമായി വന്നുകൊണ്ടിരിക്കുന്നു. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ വരുന്ന അകത്തുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് വ്യാപകമായി ജിമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ പുറത്തു പോയാൽ പാർക്കിലും ബീച്ചുകളിലുമെല്ലാം വ്യായാമത്തിൽ ഏർപ്പെടുന്നവരെ നമ്മൾ കാണാൻ സാധിക്കുന്നു. വീടുകളിൽ നിന്നും വ്യായാമത്തിൽ ഏർപ്പെട്ട് തുടങ്ങിയവരുണ്ട്. അതിൻ്റെ ചില കാരണങ്ങൾ എന്നുള്ളത് 50 വയസ്സിൻ്റെ മുകളിലുള്ള പലർക്കും സ്ട്രോക്ക് എന്ന അസുഖം പിടികൂടുകയും അതിനു വേണ്ടി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള വർക്കൗട്ടുകളിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റു ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ്, ഹിപ്പ് പെയിന്, PCOD ഇത്തരം കാര്യങ്ങൾക്ക് അമിതഭാരം തടസ്സമാണ് എന്നുള്ളതാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്ത് ആദ്യം വേണ്ടത് അമിതഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി വരുന്നവർ മറ്റു പല സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു. പക്ഷേ അതൊരു ഭംഗി നമുക്ക് ധരിക്കുമ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം തടിയാണ്, വയറാണ്. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ താൽക്കാലിക ട്രീറ്റ്മെൻ്റ് ആയിട്ട് വർക്കൗട്ടിനെ, വ്യായാമത്തെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നിരാശയ്ക്ക് കാരണമാകുന്നത്. കാരണം നമ്മൾ വയറ് കുറയ്ക്കുക എന്ന് മാത്രം ഫോക്കസ് ചെയ്ത് വരും. നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നന്നായി അധ്വാനിക്കും, പക്ഷേ നമ്മൾ വേണ്ടത്ര റിസൾട്ട് കാണാതെ വരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിത്യവ്യായാമത്തിൽ ദിവസവും ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് റിസൾട്ട് ലഭിച്ചോളണം എന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇന്ധനമാണ് കാലറി. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ കാലറിയുടെ അളവ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് 1800 എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് അത് നല്ല അധ്വാനിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ 2 മുതൽ 2600 വരെ പറ്റും. അതോടൊപ്പം തന്നെ അധ്വാനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ 2000 താഴെ വരെ പറ്റാവുന്നതാണ്. എന്നാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും 1 മണിക്കൂറോ 1.25 മണിക്കൂറോ, പക്ഷേ അവിടെ കാലറി മാനേജ്മെൻറ്റ് നടക്കുന്നില്ല. ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പുകൾ അടഞ്ഞു കിടക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ വർക്കൗട്ടിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട് എത്താതിരിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. കാരണം പുറത്തുതന്നെ ഇറങ്ങുന്ന രാവിലെ നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരനെ ഞാനൊക്കെ കാണാറുള്ളത്, അവിടെ ഒരുപാട് പേര് കളിക്കാൻ വരുന്നു, നടക്കുന്നു, ഓടുന്നു. പക്ഷേ ഈ നടത്തും ഓട്ടമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരീരത്തിൽ ഈ അമിതമായി കിട്ടുന്ന കാലറിയുടെ അളവ് കുറയ്ക്കാൻ മാത്രം കാരണമാകുന്ന ഒന്നാണ്. ശരീരത്തിൽ മൊത്തം എഫക്റ്റീവ് ആവുന്ന ഒന്നല്ല ഓട്ടവും നടത്തവും എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നടക്കാൻ വരുന്നവരോ ഓടാൻ വരുന്നവരോ പിന്നീട് നമുക്ക് കാണുന്ന കാഴ്ച എന്താ? അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ഹോട്ടലുകളിലും വമ്പൻ തിരക്കാണ്. രാവിലെ തന്നെ നമ്മൾ വളരെയേറെ ഫാറ്റുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിച്ചു തുടങ്ങുന്നു. ചിലപ്പോൾ അവിടെ നമ്മുടെ അധ്വാനത്തിലൂടെ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്ന 200-300 കാലറിനെ കാട്ടി അളവ് കൂടുതൽ നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റിയിട്ടാണ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. റിസൾട്ട് നമുക്ക് സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ചിലർ നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും വർക്കൗട്ട് കഴിഞ്ഞ് വന്നാലും നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കും, മുഖത്തേക്ക് നോക്കും, ഒരു കുറവും കാണുന്നില്ല. തടി നോക്കും, ഒരു കുറവും കാണില്ല. വസ്ത്രം ധരിക്കുന്ന ഇട്ടൊക്കെ ഒരു കുറവും കാണുന്നില്ല. ഇങ്ങനെ എല്ലാ ദിവസവും അതിൻ്റെ പിന്നാലെ പോയാൽ നമ്മൾ നിരാശപ്പെടുത്തും. നമ്മൾ 10-15 ദിവസം കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ മറ്റു പലരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവും നിനക്കില്ലല്ലോ, നീ കുറേ ജിമ്മിൽ പോകുന്നു, നീ കുറേ നടക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കാതിരിക്കുക. കാരണം ചില ബോഡികൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടൂല. പിന്നെ നിങ്ങൾ കളിക്കുന്നിടത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ജിമ്മിൽ തന്നെ പോകുമ്പോൾ നേരെ വണ്ണം കളി തുടരാൻ കഴിയാത്തൊരവസ്ഥ പലർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. കാരണം എന്താ?
എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കുടുംബത്തിൽ വരുന്നു എന്ന് കണ്ടാൽ പിന്നീട് ഒരു ആഴ്ചത്തേക്ക് ജിമ്മിലേക്കില്ല. കാരണം എന്താ, പോയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം ആ ഫംഗ്ഷനുകളിലൊക്കെ ഫാറ്റ് നിറഞ്ഞ ഭക്ഷണങ്ങളെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, പോകാം. പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ മടി കൂടുന്നു. അതല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ കളിച്ച അധ്വാനം നമുക്ക് വേസ്റ്റ് ആകുന്നു. വീണ്ടും നമ്മൾ യാതൊരു തരത്തിലുള്ള മാനേജ്മെൻറ്റ് കാലറിയിൽ നടത്തുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വർക്കൗട്ടിലോ വ്യായാമത്തിലോ ഏർപ്പെട്ടു എന്ന കാരണത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് തീർക്കാൻ സാധ്യമല്ല. കാലറി മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ശാരീരികമായി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ ശാരീരികമായി അസ്വസ്ഥരാകുമ്പോൾ അത് അനുഭവിക്കാൻ നമ്മൾ മാത്രമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിതരാവുക സ്വന്തം. കാരണം നിങ്ങൾ എല്ലാ ഭക്ഷണവും ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് ഏർപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ എന്നുമായി ബന്ധപ്പെടുന്ന ഒരു ക്ലയൻറ്റിനോട് പറയാറില്ല. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മൈൻഡേജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മൈൻഡേജ് കാശിനെങ്കിൽ നമുക്കൊരു മാനേജ്മെൻറ്റ് ആ കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം കാലറി എത്രത്തോളം ഇന്നത്തെ ദിവസം ഞാൻ എടുക്കുന്നുണ്ട് എന്ന രീതിയിൽ നന്നായി നിങ്ങൾ കഴിച്ചവരായിരിക്കാം. അത് നിങ്ങൾ എന്താക്കണം, അതൊരു പാതിയാക്കി ചുരുക്കി കൊണ്ടുവരണം. അതായത് ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷനിൽ പോകുന്നത് തടസ്സവും എന്ന രീതിയിലേക്ക് നമ്മൾ കാണരുത്. നമ്മൾ എന്തെല്ലാം നമുക്ക് തിരക്കുകൾ വന്നാലും നമ്മൾ ഇറങ്ങി തിരിച്ച ആ പാതയിൽ നിന്നൊരു ചുവട് പോലും പിന്നോട്ട് പോകരുത്. അതാണ് നിങ്ങൾ നിരാശപ്പെടാനും നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് ലഭിക്കാതെ വരുന്നത്. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല ജിമ്മുകളിലും പോകാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനോ ലീവാകുമ്പോൾ നിങ്ങളും ലീവാകുന്നു. പിന്നീട് അവൻ പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടോ, അപ്പോൾ നിങ്ങളും 2 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു വളരെയേറെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ജിമ്മിൽ പ്രവേശിച്ചാൽ മണിക്കൂറുകളോളമാണ് നിങ്ങൾ ജിമ്മിൽ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മണിക്കൂർ കൂടിയാൽ 1.25 മണിക്കൂർ, ആ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ എന്താകണം, നിങ്ങൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കണം. 3 മണിക്കൂർ 4 മണിക്കൂറല്ല. അപ്പോൾ നിങ്ങൾ പറയും വിശ്രമിച്ച്, അങ്ങനത്തെ വിശ്രമവും അപകടകരമാണ്. ഉദ്ദേശിച്ച റിസൾട്ട് ലഭിക്കാതാകും. പിന്നെ നിങ്ങളിങ്ങനെ ഓരോ സംസാരങ്ങളും കഥകളും എല്ലാം പറഞ്ഞുകൊണ്ട്, ഇത് ഞാൻ പോകുന്ന ജിമ്മുകളിൽ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമായതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരമെന്ന ബോധ്യം, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ചിന്ത, ഇത് പെട്ടെന്നുണ്ടാക്കുന്ന റിസൾട്ടല്ല, കാലക്രമേണ എൻ്റെ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നുള്ളൊരു മാനസികാവസ്ഥ. ഇതാണ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അഭിപ്രായങ്ങൾ പലതും വരും, പരിഹാസങ്ങൾ പലതും നിങ്ങൾക്ക് മുന്നിലുണ്ടാവും, നിരാശപ്പെടുന്ന പലതരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് കുഴപ്പം സംഭവിച്ചാൽ അനുഭവിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനും എൻ്റെ ആരോഗ്യം ഞാൻ ആഗ്രഹിക്കുന്ന ഭംഗിയിൽ രൂപപ്പെടുത്തുന്നതിനും ഞാൻ തിരഞ്ഞെടുക്കുന്ന വർക്കൗട്ടിൽ അത് ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയം പൂർണ്ണമായിട്ട് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും അവിടേക്ക് എൻഗേജ് ആക്കുക എന്നുള്ള ഒരവസ്ഥ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ ദൈനംദിനമായിട്ട് അതിൽ സജീവമായി ഏർപ്പെടുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ആളുകൾ ഈ രീതിയിലേക്ക് നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തുക. ശരീരവും മനസ്സും നമ്മൾ ഒരേ രീതിയിൽ പാകപ്പെട്ട് വരുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വർക്കൗട്ടിലും മറ്റു വ്യായാമങ്ങളിലും ഏർപ്പെടുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും അവർ ആഗ്രഹിക്കുന്ന ആരോഗ്യവും വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.